വെയിൽ കൊണ്ട് കണ്ണൊരടിച്ചു പോയി ഗൈസ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് റോട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ഇൻട്രോ. വേറെ ഒന്നുമല്ല, ഞാനൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ നല്ലൊരു പാടം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് എടുത്താണ്. അപ്പോൾ ഞാനിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. ഹെയർ ഓയിലിൻ്റെ പുതിയ ബാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നോർമലി നമ്മൾ ബൈക്കിൽ പോയിട്ടാണ് ഓയിൽ എടുക്കുക. കുറച്ച് അധികം ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മൾ അവിടെ റെഡിയാക്കി വെക്കും, ഓട്ടോയിൽ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഓയിൽ ചെയ്യുന്ന വീഡിയോസാണ് ഇത് നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ വടക്കേക്കാട് ഐഷാസിൽ നിന്നാട്ടോ ഓയിൽ എടുക്കണേ. അപ്പോൾ ഇതാണ് വടക്കേക്കാട് പരൂര് റോട്ടിലുള്ള ഐഷാസ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഓയിൽ എടുക്കണേ. നല്ല ഓയിലാട്ടോ, നല്ല ചക്കിലാട്ടി വെളിച്ചെണ്ണയാണ്. വേറെ എവിടെ നിന്ന് എടുത്താലും എനിക്ക് തൃപ്തി വരാറില്ല. ഞാൻ എങ്ങനെ എത്ര തിരക്കുള്ള സമയമാണെങ്കിലും ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാറ് കേട്ടോ. പിന്നെ ഇവിടെ വേറെയും കുറേ സാധനങ്ങളൊക്കെ സെയിലുണ്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും കടലമിഠായിയൊക്കെ ഉണ്ട്. ഈ ഒരു മെഷീനിൽ കൂടെ ആണ് കേട്ടോ നമുക്ക് ഓയിൽ തരിക. അപ്പോൾ എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ അത്രയും നമുക്കതിലവർ കറക്റ്റ് അളവിൽ ഫില്ല് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. കൊപ്ര ഉണക്കുന്നതാണെങ്കിലും തേങ്ങ വെട്ടുന്നതാണെങ്കിലും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. ഞാൻ മുന്നത്തെ 1-2 ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് ഞാൻ വേറൊരു ഷോപ്പിൽ കയറിയിട്ട് ഈ ഓയിലിക്ക് ആവശ്യമുള്ള ഉലുവയും അതുപോലെ കരിഞ്ചീരകമൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ ഞാൻ രാവിലെ വരുന്ന വഴിക്ക് ഇൻട്രോ എടുത്ത സൈഡിൽ നോക്കുമ്പോൾ ഉണ്ട് നല്ലൊരു മയിലിട്ട്. അധികം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തിക്ക് കാണാൻ പറ്റി. ഈ ഒരു വീട്ടിൽ ആരും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ആൾ പോകണം കേട്ടോ. നല്ല ലൈവായിട്ട് അടുത്ത് നിന്നിട്ട് കാണാൻ പറ്റിയപ്പോൾ ഞാനത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇനി നമ്മൾ ഈ ഓയിൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നേരെ പോണത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബീച്ചുണ്ട്. അവിടെ നിന്നാണ് കുറേ ഐറ്റംസൊക്കെ ഞാൻ കളക്ട് ചെയ്യാറ്. നമ്മളുണ്ടല്ലോ സഞ്ചിയും പിടിച്ചിട്ട് ഇതൊക്കെ പൊട്ടിക്കാൻ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കണത് ബീച്ച് റൂട്ടിക്കാണ്. ഞാനപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് പൊട്ടിക്കാറ്. ഇവിടെ ആകുമ്പോൾ എല്ലാം കുറേ സാധനങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ കിട്ടും. നമുക്ക് ആവശ്യമുള്ള മൈലാഞ്ചി, അതുപോലെ തന്നെ കഴിക്കണ വേപ്പിൻ്റെ ഇല, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ തന്നെ കിട്ടും. ഇവിടെ നിന്ന് അറ്റം വരെ നടന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ നടന്ന് പറിക്കും. ചില ദിവസങ്ങളിലൊക്കെ മോളെയും കൊണ്ടാണ് വരാറ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞങ്ങളുടെ ഒരു വീടുണ്ട്. അവിടെ നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ കിട്ടും. നമ്മുടെ ചെമ്പരത്തി, അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പൊട്ടിക്കണതിലിടയ്ക്ക് എൻ്റെ കണ്ണിലൊരു ചെറിയൊരു പൂവ് പെട്ടിട്ട്. അപ്പം ഞാൻ ശരിക്കും സന്തോഷിച്ചത് നമ്മുടെ ശംഖുപുഷ്പമെന്ന് വിചാരിച്ചിട്ടോ. ശരിക്കും ശംഖുപുഷ്പത്തിൻ്റെ അതേ ഇല, അതേ കായ്, അതേ പൂവ്. പക്ഷേ ഇത് ശംഖുപുഷ്പം അല്ല കേട്ടോ. ഞാൻ ശരിക്കും ഒന്ന് സന്തോഷിച്ചു. കാരണം നമുക്ക് ക്രീമിക്കൊക്കെ ആവശ്യമുള്ള സാധനമാണ്. ഈ ഒരു സൈഡ് ഇപ്പോൾ ഇത്തിരി കുറവാട്ടോ സാധനങ്ങളൊക്കെ. പക്ഷേ ഫുള്ള് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഉണ്ടാവാറുണ്ട്. കംപ്ലീറ്റ് നമ്മുടെ ഈ മൈലാഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിന്ന് കിട്ടാറ്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കാനും വയ്യ. അത് മാത്രമല്ല ഇവിടെ വേറെ കുറേ ചെടികളൊക്കെ വളർന്ന് വലുതായ കാരണം മൈലാഞ്ചിയൊക്കെ ഇതിൻ്റെ അകത്തായി പോയി. അപ്പം നമുക്കിനി വേറെ സ്ഥലത്തു നിന്ന് എവിടെ നിന്നെങ്കിലും പറിക്കാട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്. വണ്ടി ഇതവിടെ സൈഡാക്കി വെച്ചേക്കാം. ഹെയർ ഓയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടുള്ളൊരു പണിയാട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ കുറച്ചധികം അങ്ങ് ചെയ്തേക്കും. പിന്നെ നമ്മുടെ ഹെയർ ഓയിലിന് ഒരുപാട് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം അല്ലാതെ തന്നെ അതിനാവശ്യക്കാരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവരും ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കുക എന്നല്ലാതെ വേറെ ആഡോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങളുടെ തന്നെ ഒരു വീടാട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ചെമ്പരത്തിയും അതിൻ്റെ ഇലയും വേപ്പില ഒക്കെ പൊട്ടിക്കുക. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. റെൻറ്റിന് കൊടുത്തേക്കായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു 3-4 ഡേയ്സ് ആയിട്ടുള്ളൂ അവർ പോയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ഈ ചെമ്പരത്തിയും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാറ്. ഇവിടെ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്. ഇറങ്ങി നടന്ന് പൊട്ടിക്കണമെന്ന് മാത്രം. അതാണ് വലിയൊരു ടാസ്ക്. ഇത് ഇത്രയും ചെയ്തിട്ടോ നമ്മുടെ ഹെയർ ഓയിൽ റേറ്റ് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇതെന്താ ഇത്ര വില, ഇത് ഇത്രയും കഷ്ടപ്പാടുണ്ട്. സമയം ഒട്ടും ശരിയല്ല കേട്ടോ. നല്ല വെയിൽ. കുറച്ചുകൂടെ കയറി എടുക്കാൻ വിചാരിച്ചു. വെയിൽ കൊണ്ട് കണ്ണൊരടിച്ചു പോയി ഗൈസ്. കുറച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ചൂട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നേരെ പോയത് ആയുർവേദ കടയേക്കാട്ടോ. നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിൽ ഒരുപാട് ആയുർവേദ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എങ്ങനെ പോയാലും നമുക്കൊരു ഓയിൽ ചെയ്യാൻ 3 ദിവസം ടൈം എടുക്കാറുണ്ട് കേട്ടോ. കാരണം ആദ്യത്തെ ദിവസം ഞങ്ങൾ കംപ്ലീറ്റ് സാധനങ്ങൾ അരച്ച് നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കാറാണ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു പാത്രത്തിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ, നല്ല ഒറിജിനൽ വെളിച്ചെണ്ണയാണ്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഹെർബൽ ഇൻഗ്രീഡിയൻസും ആയുർവേദ ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മൾ ഇതിൽ അരച്ചിട്ടും
അല്ലാതെയൊക്കെ ഇട്ട് വെക്കും ഒരു ദിവസം. ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് ഓയിൽ ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഡേ കംപ്ലീറ്റ്, ഒരു ഈവനിങ് മുതൽ പിറ്റേ ദിവസം അത് ഉണ്ടാക്കുന്ന വരെ നമ്മൾ ഈ എല്ലാ ഐറ്റംസും ഇതിലിട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്യുക. പിറ്റേ ദിവസമാണ് നമ്മളിത് ഓയിലായിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണുണ്ട്. ഇതിനൊരു പരുവുണ്ട് കേട്ടോ. പരുവായി കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്യും, അടുപ്പിൽ നിന്ന് മാറ്റി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞ് പിടിക്കും. കരിഞ്ഞ് പിടിച്ചാൽ പിന്നെ നമ്മുടെ എണ്ണയിൽ അത് അധിക കാലം ഇരിക്കില്ല. മാത്രമല്ല എണ്ണയുടെ സ്മെല്ലും മാറും കേട്ടോ. നല്ല രസമുള്ള ഒരു ഗ്രീൻ കളറാണ് വരിക. നല്ല ഡാർക്ക് ഗ്രീന് വരുന്ന വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യും. പിന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് കറക്റ്റ് പാകമായി കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ എടുത്ത് താഴോട്ട് വെക്കും. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ അരിക്കില്ല, കാരണം നല്ല ചൂടായിരിക്കും. പിറ്റേ ദിവസമാണ് നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കളറും ഇപ്പോഴത്തെ കളറും നോക്ക്, നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്, അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കും. 2-3 തവണയായിട്ട് നമ്മൾ അരിച്ചെടുക്കും. ഈ മേലെ കിടക്കുന്ന റോസ്മേരിയാണ് കേട്ടോ. റോസ്മേരിയുടെ ലീവ്സാണ് മേലെ ഇങ്ങനെ കിടക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം എന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ അരിച്ച് ഇതിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റിയെടുക്കും. കംപ്ലീറ്റ് മാറ്റിയതിൻ്റെ ശേഷമാണ് നമ്മളിതിനെ വലിയ ക്യാനിലേക്ക് ആക്കും ആദ്യം. എന്നിട്ട് നമ്മൾ, എനിക്ക് അറിയാലോ, എനിക്ക് ചെറിയൊരാളുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ക്യാനിലേക്ക് മാറ്റും. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യണത് 200 ml ബോട്ടിലുണ്ട്, 100 ml ബോട്ടിലുണ്ട്. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 100 ml ഉപയോഗിച്ചിട്ട് റിസൾട്ട് കണ്ടതിന് ശേഷമാണ് 200 ml വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ 2 ബോട്ടിൽസും നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് തൂക്കം നോക്കിയിട്ടാണ്. ഒരു തരി കൂടിയാലും നിങ്ങൾക്ക് കുറയില്ല, അത് നമുക്ക് 100% ഉറപ്പാണ്. അപ്പോൾ 200 ml ആണ്. ഇതിലൊരു 12 ഗ്രാം വരെ നമ്മൾ ബോട്ടിലിൽ വരും. എന്നാലും എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് നമ്മൾ കൂടുതൽ ഒഴിക്കൂട്ട് അതിലും. അപ്പോൾ 2 ബോട്ടിൽസും സെറ്റായിട്ടുണ്ട്. പിന്നെ ഐശുട്ടി സ്കൂൾ വിട്ട് വരുന്ന സമയത്തായിരുന്നു കേട്ടോ ഞാൻ ഈ ഹെയർ ഓയിലിൻ്റെ പരിപാടിയൊക്കെ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ അവൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അവൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കഴിയുന്നത് നമ്മൾക്ക് കുട്ടികൾക്ക് ഇതുപോലത്തെ ആക്ടിവിറ്റീസ്, ഇതെന്നല്ല പറയണത്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അവരെയും കൂടി പ്രചോദനം കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ അവർ മൊബൈലിൻ്റെ അടുത്ത് നിന്ന് മാറിക്കിട്ടും കേട്ടോ. ഇതാണ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ ക്യാപ്പിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട, ഇത് തന്നെയാണ് ഐറ്റം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ കണ്ടാൽ മനസ്സിലാവുമല്ലോ നമ്മുടെ ഐറ്റം ആണെന്നുള്ളത്. അപ്പോൾ 200 ml ബോട്ടിലും അതുപോലെ തന്നെ 100 ml ബോട്ടിലാണ് ഇപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ സാധനം നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം.